ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മുരിഞ്ഞ രാഗി ദോശയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: അരി 1 കപ്പ്, രാഗി 1 കപ്പ്, ഉഴുന്ന് 1 കപ്പ്, അതുപോലെ അവില് 2 പിടി അവില് എന്നിവയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷമാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 6 മണിക്കൂർ എങ്കിലും നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇത് നമുക്ക് ആട്ടാം. ഇതുപോലെ ഒന്ന് നിങ്ങളും ചെയ്ത് നോക്ക്. 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും മേടിക്കുന്ന ഗീ ദോശ പോലെ നല്ല മുരിഞ്ഞ സൂപ്പർ ദോശയായി കിട്ടും. രാഗിയുടെ ഗുണങ്ങൾ പിന്നെ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും ബെനിഫിറ്റാണ് രാഗിക്കുള്ളത്. അപ്പോൾ എല്ലാവരും രാഗിയുടെ ഗുണങ്ങളൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ രാഗി ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ വന്ന് ലൈറ്റ് ഇട്ടിട്ട് നമ്മളുടെ ദോശമാവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലോണം പൊന്തി വന്ന് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മളുടെ ദോശമാവ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിടാം. അപ്പോൾ ഞാനതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ലവണ്ണം നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും പിടിക്കട്ടെ. അവിടെ ഇവിടെ ഇല്ലെങ്കിൽ ഉപ്പ് നിൽക്കുകയുള്ളൂ. കണ്ടോ, നമ്മളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ചട്ടിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ മാവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചട്ടിയിൽ ചേർക്കുകയൊന്നുമില്ല. ഇതാ നേരം പരപരാ വെളുത്ത് വരുന്നതേ ഉള്ളൂ. 6 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ പുറത്തേക്കുള്ള ജനലിൽ നിന്നും പുറത്തേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്കൊരു തേങ്ങ ഉടച്ചെടുക്കാം ഈ ദോശയിലേക്ക്, ചട്നിക്ക്. ഞാൻ തേങ്ങ ഇപ്പോൾ ചിരകാറില്ല. അത് ഉടച്ചതിന് ശേഷം അത് പൂളുത്തിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ 1 മുറിയാണ് ആവശ്യമുള്ളൂ. എളുപ്പമായി തോന്നുന്നത്, ഇരുന്ന് ചിരകുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നും. അത് കാരണം കൊണ്ട് ഞാനൊരു കത്തി എടുത്ത് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് വേണ്ട, അപ്പോഴത്തേനും നമ്മളുടെ തേങ്ങ പെട്ടെന്ന് തന്നെ പൂളുത്തിക്കുകയും, എന്നിട്ട് ക്രഷ് ചെയ്യുന്ന മെഷീനില്ലേ, മിക്സിയുടെ ജാറ്, അതിലിട്ടിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലൊരു തുള്ളി വെള്ളം ഒഴിച്ച് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റായിട്ട് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. അപ്പോൾ അതുമാതിരി ഞാനിങ്ങനെ പൂളുത്തി എടുക്കുക ചെയ്യുക. ഇതാ എൻ്റെ പൂളുത്തൽ കഴിഞ്ഞു, കണ്ടില്ലേ. ഇതാ 1 മുറി തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ ചട്നിക്ക്. തോന ചട്നി ഉണ്ടാക്കി അത് വേസ്റ്റായിട്ട് കളയാറാണ്. അപ്പോൾ നമ്മളുടെ ചായ തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ നിസ്കരിച്ചു കേട്ടോ. അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അപ്പോൾ നമ്മളുടെ ചായ നിർത്തി ഓഫാക്കി. ഇനി നമ്മളുടെ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ദോശച്ചട്ടി. ഇതിൽ നമുക്ക് നല്ല വലുതായിട്ട് ദോശ പരത്താൻ പറ്റും. അപ്പോൾ ഞാൻ ചട്നിയിലേക്ക് ഇടുന്നതാണ് കാണിക്കുന്നത്. നല്ല കാന്താരി മുളകാണ് ഇടുന്നത്. 2 കഷ്ണം ഇഞ്ചിയും ഇടുന്നുണ്ട്. ഇതിലേക്ക് നമ്മളുടെ സ്ലൈസാക്കി വെച്ച തേങ്ങ ഇടുക. എന്നിട്ട് അരക്കുക. നല്ലവണ്ണം ഫൈനായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചട്നി ഉണ്ടാക്കാം. ചട്നി പിന്നെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് വേപ്പിൻ്റെ ഇലയിട്ട് നമ്മളുടെ ചട്നി അരച്ച് വെച്ച തേങ്ങ ചട്നി അതിലേക്ക് ഒഴിക്കുകയാണ് ഞാൻ ചെയ്യുക. ഇന്നൊരു മോർണിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തത്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാലും
നിങ്ങൾക്കൊന്ന് ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. മോൾക്ക് സ്കൂളിലേക്ക് പോകാൻ നേരം വൈകി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനൊരു ദോശ എളുപ്പം ഉണ്ടാക്കിയതാണ്. അവൾക്ക് 6:30 ക്ലാസ് കൂടും, ട്യൂഷൻ ക്ലാസ് കൂടും. അത് ചട്ടിയിലേക്ക് വെച്ചപ്പോൾ താഴത്തേക്ക് വീണു. എപ്പോഴും ഇത് ചെയ്യുമ്പോഴും ഒന്ന് ഫ്ലോപ്പാവും. ഇനി നിങ്ങൾക്ക് ഞാൻ നേരം പോലെ ഒരു ദോശയുണ്ടാക്കി കാണിച്ചു തരാം. നല്ല ഹെൽത്തി ആയ ഒരു ദോശയാണിത്. ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. നല്ല ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ ദോശയാണിത്. ഷുഗർ കുറയാനൊക്കെ നല്ല സംഭവമാണ്. നമ്മുടെ ദോശ നല്ല പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഗീ ഇട്ട് കൊടുക്കാം. നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഗീ ഒന്ന് 2-3 സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് എന്നിട്ട് ഗീയിലും ഒന്ന് കിടന്ന് മൊരിയട്ടെ. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ ദോശയില്ല, അതുപോലത്തെ ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റുമാണ്, തിന്നാൻ ഹെൽത്തിയുമാണ്. ഉണ്ടോ, നമ്മുടെ ദോശ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റും ക്രിസ്പിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും ഓൾ.